വണ്ടേഴ്സ്, കുറേ ആയല്ലേ നമ്മളെ കണ്ടിട്ട്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ വന്നിരിക്കുക. ലൈറ്റ് ഹൗസ് ആലപ്പുഴയിലൊരു മെയിൻ അട്രാക്ഷൻ ഈ ലൈറ്റ് ഹൗസ്. ഇവിടെ ടിക്കറ്റ് റേഞ്ചാണ് കാണിക്കുന്നത്. അഡൽട്ടിന് 20 പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ 10 രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ നോക്കിയാൽ മതി. കയറ്റി വീണാൽ അടി തെറ്റിയാൽ കുറേ സ്റ്റെപ്പുകൾ ഉള്ളത്. ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് കളിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുകളിലെത്തുമ്പോൾ പട്ടി കിടന്ന് കിതയ്ക്കുന്ന പോലെ കിതയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോഴേ പട്ടി കിടക്കുന്നല്ല കിതയ്ക്കുന്ന അതെൻ്റെ അല്ല. യെസ് ഗായ്സ്, നമ്മളങ്ങനെ ടോപ്പിലെത്തി. ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ഭയങ്കര രസമാട്ടോ. ആ സൈഡ് മൊത്തം ടൗണാണ്. ആലപ്പുഴ ടൗൺ വരുന്നൊരു സ്ഥലമാണ് കാണുന്നത്. താഴത്ത് നമ്മളുടെ സിവിൽ സപ്ലൈസിൻ്റെയൊക്കെ ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ബീച്ച്. നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ, അതായത് ലൈറ്റ് വരുന്ന സ്ഥലമുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ടാണ് നമ്മളൊന്നും ഷൂട്ട് ചെയ്യാഞ്ഞത്. നമ്മളങ്ങനെ മെല്ലെ ഇറങ്ങുക. ഭയങ്കര വെയിലായിരുന്നു. അത് കാരണം കൂടുതൽ സമയം നമ്മൾ നിൽക്കാൻ പറ്റിയില്ല അവിടെ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു മുകളിൽ. അതുപോലെ നിൽക്കാനും ഇരിക്കാനും വലിയ സ്പേസ് ഒന്നുമില്ലായിരുന്നു. നമ്മളങ്ങനെ മെല്ലെ ഇറങ്ങി. മെല്ലെ നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ബീച്ചിൽ. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ പിന്നെ നമ്മളും ജസ്റ്റൊക്കെ വന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള പറ്റിയൊരു സമയവും ഇത് ആണ്. കാരണം അധികം തിരക്കുമില്ല, നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഫ്രീ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. ആൻഡ് യെസ്, ദിസ് ഈസ് ഇൻഫാക്ട് T-81. ഇതൊരു യുദ്ധക്കപ്പലായിരുന്നു. ഏകദേശം 25 മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലായിരുന്നു ഇത്. ഇതിപ്പോൾ നിലവിൽ ഡീകമ്മീഷൻ ചെയ്യപ്പെട്ട ഒരു കപ്പലാണിത്. ജനുവരി 28, 2020 മുംബൈയിൽ വെച്ചാണ് ഇൻഫാക്ട് T-81 ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഇത് ഒരു അതിവേഗ യുദ്ധക്കപ്പലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ചിലൊരു പ്രധാന ആകർഷണമായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നേരം സന്ധ്യയാവാനായി. അപ്പം നമ്മൾ നൈസായിട്ടൊരു സൺസെറ്റൊക്കെ കണ്ട് 2 ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നല്ല തിരക്കൊക്കെ വന്നു തുടങ്ങി. ബീച്ച് മുഴുവൻ ഏകദേശം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞായിരുന്നു. നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക.
അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതും കാണാൻ മറക്കരുത് ഗായ്സ്. അപ്പോൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.